ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശക്കാരി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം കൂടി. ആദ്യം തന്നെ ഞാൻ പ്രഭുപാദരെ ഈ കുടുംബത്തിൽ ഇവിടെ എത്തിക്കാൻ നമ്മളെ ഏതൊരു കാര്യം കൊണ്ടാണ് ഈ പ്രഭുപാദരുടെ ഇസ്കോൺ ഗ്രൂപ്പിലെത്താൻ സാധിച്ചത്. അതിന് ആദ്യം തന്നെ പ്രഭുപാദർക്ക് നന്ദി പറയുന്നു. പ്രഭുപാദരുടെ ഗുണങ്ങൾ ധാരാളമുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ യോഗ്യതയില്ല. പ്രത്യേകിച്ച് എനിക്ക് ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളാണ്. എന്നാലും 2-3 ഗുണങ്ങൾ മനസ്സിൽ കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഗുണങ്ങൾ ഞാൻ എടുത്തു പറയാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ ഗുണം, അതായത് ഗുരുക്കന്മാരോടുള്ള വിനയവും കടപ്പാട്. രണ്ടാമത്തെ ഗുണം, ഭക്തന്മാരായ ശിഷ്യന്മാരോടുള്ള പ്രഭുപാദരുടെ സ്നേഹം. അതായത് വെണ്ണ ഉരുകി പോകുന്ന പോലെയുള്ള ഒരു ഹൃദയമാണ് പ്രഭുപാദര് ഭക്തന്മാരോടുള്ളത്. മൂന്നാമത്തേത്, പ്രീച്ചിങ് ചെയ്യുന്ന സമയത്ത് പ്രഭുപാദരുടെ ആ ഗാംഭീര്യം. ഈ 3 ഗുണങ്ങളെയും പ്രഭുപാദരെ സംബന്ധിച്ച് ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പ്രഭുപാദരുടെ പിന്നെ ഗുരുക്കന്മാരോടുള്ള കടപ്പാടും വിനയത്തെക്കുറിച്ച് ഒരു ചെറിയ സംഭവം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് പ്രഭുപാദര് ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്. ആ പ്രഭുപാദര് ഭഗവത്ഗീത എഴുതിയിട്ടുണ്ടെങ്കിലും അത് ആദ്യം തന്നെ സമർപ്പണം ചെയ്തിരിക്കുന്നത് ബലദേവ് വിദ്യാഭൂഷണാണ്. അപ്പോൾ അത്രമാത്രം കടപ്പാടുകൂടിയ ആ ഒരു ഗുരുവിനെ, കാരണം ബ്രഹ്മ മധ്വ സമ്പ്രദായത്തിന് വേദാന്ത ഭാഷ്യം എഴുതിയിട്ടില്ലെങ്കിൽ ബ്രഹ്മസമ്പ്രദായത്തിന് ഒരു സമ്പ്രദായത്തിന് ഒരു അംഗീകാരം കിട്ടൂലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തത് ബലദേവ് വിദ്യാഭൂഷൺ അതിനൊരു ഭാഷ്യം എഴുതിയതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു കടപ്പാട് പ്രഭുപാദന് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രഭുപാദര് നമ്മുടെ ഭഗവത്ഗീത ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ആദ്യമായിട്ട് പ്രഭുപാദര് അത് സമർപ്പിച്ചിരിക്കുന്നത് ബലദേവ് വിദ്യാഭൂഷണാണ്. അപ്പോൾ അത്രമാത്രം കടപ്പാടാണ് പ്രഭുപാദന് ഗുരു പരമ്പരയോടുള്ളത്. മാത്രമല്ല, പ്രഭുപാദര് എപ്പോഴും പ്രഭാഷണങ്ങളിൽ പ്രഭുപാദരുടെ ഗുരുവിനെ പറ്റി എന്നും എത്ര പ്രശംസിച്ചാൽ, ഈവൻ പ്രഭുപാദര് പറയുന്നുണ്ട്, പ്രഭുപാദര് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് പ്രഭുപാദര് തൻ്റെ ഗുരുവിനാണ്. അപ്പോൾ അത്രമാത്രം കടപ്പാടും വിനയവുമാണ് പ്രഭുപാദർക്ക് ഗുരുക്കന്മാരോടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഭക്തന്മാരോടുള്ള, അതായത് ശിഷ്യന്മാരോടുള്ള ഭക്തന്മാരോട് എപ്പോഴും വെണ്ണ ഉരുകുന്ന പോലത്തെ ഒരു ഹൃദയമാണ് പ്രഭുപാദർക്ക്. ഒരിക്കലും യമുന മാതാജി നമുക്കറിയാം ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു മാതാജിയാണ്. പ്രഭുപാദ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യയാണ്. അപ്പോൾ ഒരിക്കലും ഇതുപോലെ പൂരി ഉണ്ടാക്കി കൊടുത്തപ്പോൾ പ്രഭുപാദര് മുകളിൽ ഇരുന്ന് കഴിക്കുകയാണ്. ആ സമയത്താണ് ഇവർ പൂരി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കൊണ്ടേ കൊടുത്തപ്പോൾ ആദ്യത്തെ കിട്ടിയപ്പോൾ പ്രഭുപാദര് ഇത് ശരിയായിട്ടില്ല എന്ന് ദേഷ്യപ്പെട്ടു. അപ്പോൾ മാതാജിക്ക് വളരെ വിഷമമായി. രണ്ടാമത് താഴെ വന്ന് വീണ്ടും നല്ല ചൂടുള്ള പൂരി കൊണ്ടേ കൊടുത്ത്. അപ്പോഴും പ്രഭുപാദനെ ഇഷ്ടപ്പെട്ടില്ല. ഇത് ശരിയല്ല, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർ കരയാൻ തുടങ്ങി. എന്നിട്ട് അവർ താഴെ വന്നിട്ട് പറഞ്ഞ്, ഇനി അടുത്തത് ഞാൻ കൊണ്ട് കൊടുക്കില്ല. പ്രഭുക്കന്മാരോടും മാതാജിമാരോടും പറഞ്ഞ്, നിങ്ങൾ ആരെങ്കിലും കൊണ്ട് കൊടുക്ക്, എനിക്ക് വല്ലാത്ത ഭയം പേടിയുമാകുന്നെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഇല്ല ഞങ്ങളാരും കൊണ്ട് കൊടുക്കില്ല, മാതാജി തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം മാതാജി അതും കൂടി കൊണ്ടേ കൊടുത്തപ്പോഴും പ്രഭുപാദർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ യമുന മാതാജി വളരെ ദുഃഖിതയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഗൗഡിയ പ്രഭുപാദരെ ഗോഡ് ബ്രദേഴ്സ് ഗൗഡിയ സഭയിൽ ധാരാളം ഭക്തർ വന്നപ്പോൾ അവർക്കൊക്കെ പ്രസാദം സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യമുന മാതാജിയും പ്രസാദം സേവനം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് പ്രഭുപാദര് തൻ്റെ ഗോഡ് ബ്രദേഴ്സിനോട് പറയുകയാണ്, ആ പോകുന്ന കുട്ടിയില്ലേ, ആ കുട്ടി നന്നായിട്ട് പ്രസാദം ഉണ്ടാക്കും. മാത്രമല്ല അവളുടെ കഴുത്ത് ഇപ്പം ഞാൻ മുറിച്ച് ഒരു കത്തി എടുത്ത് കഴുത്ത് മുറിച്ച് തരണമെന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ തന്നെയാണ് അവളിപ്പോൾ ആവശ്യപ്പെട്ടാലും ഞാനത് ചെയ്യാൻ തിരിച്ച് ഞാൻ തയ്യാറാണ്. അപ്പം അത്രമാത്രം സ്നേഹമാണ് പ്രഭുപാദർക്ക് തൻ്റെ ഭക്തരായ ശിഷ്യന്മാരുടെ. കാരണം നമുക്കറിയാം, നമുക്ക് ശരിക്കും തന്നിരിക്കുന്നത് ജുവൽസാണ് നമുക്ക് തന്നിരിക്കുന്നത് പ്രഭുപാദര്. അവരുടെയൊക്കെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ശ്രേഷ്ഠതയാണിത്. പിന്നെ പ്രീച്ചിങ് സമയത്ത് പ്രഭുപാദരുടെ ഗാംഭീര്യം, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കൽ പ്രഭുപാദരിങ്ങനെ പ്രീച്ച് ചെയ്യാൻ പോകുമ്പോൾ
ധാരാളം പത്രപ്രവർത്തകർ വന്നു. അതിൽ അമേരിക്കയിലെ ഒരു വലിയ പത്രത്തിലെ ഒരു പ്രതിനിധി വന്ന് പ്രഭുപാദരുടെ ഒരു അരഗൻ്റായിട്ടുള്ള ഒരു പ്രതിനിധി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വന്ന് പ്രഭുപാദ് ചോദിച്ചിങ്ങനെ, നിങ്ങളിത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ പ്രഭുപാദ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭുപാദ് ഇല്ല, ഞങ്ങൾ കൃഷ്ണകൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, ഇല്ല നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ പ്രഭുപാദ് ഇല്ല, ഞങ്ങൾ കൃഷ്ണകൃപയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, പൈസ വേണ്ടായില്ല, പക്ഷേ ഞങ്ങൾ കൃഷ്ണകൃപയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പ്രഭുപാദിന്റെ പാസ്റ്റ് ടൈമിനെ കുറിച്ച് ഒന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പോൾ പ്രഭുപാദ് ഇല്ല, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വേഗം ഒരു ഭക്തൻ പ്രഭുപാദിന്റെ ശിഷ്യൻ വന്നിട്ട് പ്രഭുപാദിന്റെ കാതിലൊന്ന് പറഞ്ഞു, പ്രഭുപാദ് ഇത് അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ ആളുകളാണ്, ഒരു പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ആ നിമിഷം തന്നെ പ്രഭുപാദ് വളരെ ശാന്തനായിട്ട് ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, പ്രീച്ചിങ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കാണെങ്കിലും ഇപ്പോൾ ഒരു കളക്ഷന് പോകുവാണെങ്കിൽ അല്ലെങ്കിൽ പ്രീച്ചിങ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുമ്പോഴും നമുക്ക് പല വേണ്ടാത്ത വാക്കുകൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം കൃഷ്ണ കോൺഷ്യസിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകുവാണെങ്കിൽ പ്രഭുപാദ് കാണിച്ചത് ഈ 3 ഗുണങ്ങളും നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ കൃഷ്ണ കോൺഷ്യസ് നല്ല രീതിയിൽ എത്തിക്കാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നു. പ്രഭുപാദ എല്ലാ ഗുണങ്ങളും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്നത് സ്വീകരിച്ച് ഈ കൃഷ്ണ കോൺഷ്യസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുവിൻ്റെയും ഗൗരവൻ്റെയും പ്രഭുപാദയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.